കൃഷിക്കാരുടെ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനാവശ്യമായ സ്മാം പദ്ധതിയിൽ കഴിഞ്ഞ വർഷം നമുക്ക് 1 കോടി രൂപയുടെ അപേക്ഷകൾ വരികയും അത് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 80 കോടിയോളം രൂപ കൃഷിക്കാർക്ക് ലഭ്യമാകുന്നുണ്ട്. 25 കോടിയോളം രൂപ ഈ വർഷം ഓണത്തിന് മുമ്പായി അതിൻ്റെ പരിശോധനകളൊക്കെ കഴിയുന്നുണ്ട്. എല്ലാവർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് 25 കോടി രൂപയുടെ ആനുകൂല്യം കൃഷിക്കാർക്ക് ലഭിക്കും. പുതിയ വർഷത്തെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കാനും പൊതുവായി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും ഇതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുവാനും. കാരണം മിക്കവാറും സാധാരണക്കാരായ കൃഷിക്കാർക്ക് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്, എവിടെയൊക്കെ ആ കാര്യങ്ങളിലൊക്കെ പല അവ്യക്തതകളും ഒരു വ്യാപകമായ രൂപത്തിലുള്ള പ്രചരണം ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഈ അർഹമായ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പ്രത്യേക സ്കീമിലൂടെ ഈ ഫണ്ട് അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ പത്രസമ്മേളനത്തിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ വിശദമായി അതുപോലെ അദ്ദേഹം ചുമതല വഹിക്കുന്ന രാകേഷും മുന്നോട്ട് സ്വീകരിക്കും. നമസ്കാരം. അതായത് ഇത് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് സ്മാം എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമുക്ക് ഈ സ്കീമിനെ കുറിച്ച് ഇവിടെ ജനങ്ങൾ ആരും അങ്ങനെ അറിയാറില്ലായിരുന്നു, കർഷകർ പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് എല്ലാ കൃഷിഭവനുകളിലും ക്യാമ്പ് നടത്തി. ആ ക്യാമ്പില് കർഷകരെ അറിയിച്ച് അവര് ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ച് ഏതാണ്ട് ഒരു 3500ഓളം കർഷകർ കഴിഞ്ഞ 3 വർഷം കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു സ്കീമിൽ. അപ്പം അത് കഴിഞ്ഞ വർഷം ഏതാണ്ട് 1 കോടി രൂപേന്റെ അടുത്തുള്ള മിഷനറീസ് നമുക്ക് കർഷകരിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതില് 40 മുതൽ 50% വരെയാണ് ഇൻഡിവിജ്വൽസിന് ഇതിന് സബ്സിഡി കൊടുക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റെ ഇംപ്ലിമെന്റ് ഏജൻസിയാണ്. പല കാർഷിക യന്ത്രങ്ങളും അവൈലബിൾ ആണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് എല്ലാ കർഷകർക്കും ഈ സബ്സിഡി സ്കീംസ് കിട്ടാറില്ലായിരുന്നു. കൃഷിഭവനോട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കർഷകർക്ക് മാത്രമാണ് ഈ സബ്സിഡീസ് കിട്ടാറുള്ളത്. അപ്പൊ അത് മാറി ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റും കർഷകരും അതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ഇല്ല. ആർക്കും എവിടെ വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. നമ്മൾ സാധാരണ ഓൺലൈൻ പോർട്ടലാണ്, വെബ്സൈറ്റ് ഉണ്ട് agrimissionary.nic.in എന്ന് പറഞ്ഞാൽ. പക്ഷെ പല കർഷകരും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതും, പിന്നെ അതുപോലെ ഇത് രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഈ മിഷനറീസ് ഒക്കെ സെലക്ട് ചെയ്ത ഒരു ടൈം ഉണ്ട്. ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ലാപ്സ് ആയി പോകും. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ കോഴിക്കോട് ആഗ്രോ ഡിസീസ് കോർപ്പറേഷന്റെ ഓഫീസിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. നമ്മൾ ഫുൾ ടൈം മോണിറ്റർ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അവർ വിളിച്ച് പറയുന്നുണ്ട് അവർ സെലക്ടഡ് ആയിട്ടുണ്ടെന്നുള്ള. അപ്പൊ കർഷകർക്ക് പലപ്പോഴും ഈ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുള്ളത് നമ്മൾ തീർത്തു കൊടുത്തിട്ടുണ്ട്.